ഹായ് ഹലോ, ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ രാവിലെ തന്നെ ഒരു വലിയൊരു യുദ്ധം ചക്കയായിട്ട് നടത്തുകയാണ് കേട്ടോ അച്ഛൻ. കാരണം അച്ഛൻ തന്നെയാണ് ചക്ക വേണമെന്നുള്ള ഒരു ആവശ്യം ഉന്നയിച്ചതുകൊണ്ട് ഇട്ടും പോയിക്കൂടാ കൊണ്ടും പോയിക്കൂടാ എന്നുള്ള അവസ്ഥയായി പോയിട്ടോ അച്ഛന്. കാരണം അത്രയും കഷ്ടപ്പാട് വേണ്ടി വന്നു ഈ ചക്കേനെ ഒന്ന് താഴെ എത്തിക്കാൻ. കുറേ തോട്ടി വെച്ച് വലിച്ചിട്ടും ചക്കയ്ക്ക് യാതൊരു വിധ അനക്കവും ഇല്ല കേട്ടോ. കുറേ അച്ഛൻ നോക്കുന്നുണ്ട്, കൈ കഴിക്കുന്നുണ്ട്. കുറച്ച് മേലെ ആയതുകൊണ്ട് കയറി പറിക്കാനും വയ്യ. ആകെ ഒന്ന് ചക്കയായിട്ട് ബുദ്ധിമുട്ടിലായി. അങ്ങനെ ചക്ക കിട്ടാതെ അക്ഷമരായപ്പോൾ ഞങ്ങളൊരു എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയിട്ട് കുറഞ്ഞ സമയം വീഡിയോയ്ക്ക് പോസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നു കേട്ടോ. വെറുതെ ഒരു കുറഞ്ഞ സമയം, ഒരു നേരം പോക്ക് അത്രമാത്രം. അങ്ങനെ അയാളും കുറേ എന്തൊക്കെയോ വീഡിയോയിൽ നോക്കിയിട്ട് പറയുന്നുണ്ടായിരുന്നു, എന്തൊക്കെയോ കാണിക്കുന്നുണ്ടായിരുന്നു. മൂപ്പരാകെ കുറച്ച് സമയം അതുമായിട്ട് ഇരുന്ന് ഇതേ പോന്നു അച്ഛൻ്റെ കൂടെ ചക്ക കുഴിയാൻ വേണ്ടിയിട്ടോ. വീണ്ടും അച്ഛൻ ചക്കേൻ്റെ പുറകെ പോവുകയാണ് കേട്ടോ. തൊട്ടി പിന്നെയും എടുത്ത് നമ്മൾ അരിവാള് ഒന്നും കൂടെ മുറുക്കി കെട്ടി അങ്ങനെ വീണ്ടും ചക്കയോടുള്ള നല്ല യുദ്ധത്തിന് അച്ഛൻ വീണ്ടും പോവുകയാണ്. അങ്ങനെ ഇപ്രാവശ്യങ്ങളിൽ ചക്ക കിട്ടോ എന്ന് ആകാംക്ഷയോടുകൂടി നിൽക്കുന്ന സമയമായിരുന്നു കേട്ടോ. കിട്ടാൻ വേണ്ടിയിട്ട് ആവുന്നത്ര പണി നോക്കിയിട്ടും ചക്ക താഴെ എത്തിയില്ല. ചക്ക അവിടെ തന്നെ ഇരുന്നു. കുറേ നേരം മെനക്കെട്ട് നോക്കിയിട്ടും ചക്കയ്ക്ക് യാതൊരു കുലുക്കം ഉണ്ടായിരുന്നില്ല കേട്ടോ. കാരണം 2-3 ചക്ക അതിൻ്റെ മുകളിൽ ചെറിയ ചക്കകൾ ഉള്ളതുകൊണ്ട് ആ ചക്കേനെ ഒരു കണക്കിന് അതിൽ കൊളത്തി വലിക്കാനുള്ള ഒന്നും കാണുന്നില്ല. അങ്ങനെയാണ് ചക്കയോടുള്ള യുദ്ധം നീണ്ടു പോവാൻ കാരണം. അങ്ങനെ അവസാനം ആ യുദ്ധം ആൻറ്റി ഏറ്റെടുത്തപ്പോഴും ഇത് തന്നെ അവസ്ഥ. ചക്ക കിട്ടുന്നില്ല. സ്ഥലമൊന്ന് മാറി നിന്ന് നോക്കിയിട്ടും ചക്കയ്ക്ക് യാതൊരു വ്യത്യാസവും കാണുന്നില്ല. കാരണം ചെറിയ ചെറിയ ചക്കകൾ അതിൽ ഉള്ളതുകൊണ്ട് ഒരു കണക്കിന് ഈ തോട്ടീനെ ആ ചക്കേനെ മുകളിൽ കൊളത്താൻ പറ്റാത്തതുകൊണ്ട് കുറേ ടൈം എടുത്തിട്ട് ചക്കയോടുള്ള ആ ഒരു യുദ്ധം അങ്ങനെ കുറേ സമയം എടുത്തതിന് ശേഷം വീണ്ടും അടുത്ത ഊഴം അച്ഛൻ്റെത്. അതിനിടയ്ക്ക് ഞാനും പോയിട്ടോ. ഞാനും കുറേ വലിച്ചൊക്കെ നോക്കി, എന്നിട്ടും ചക്ക കിട്ടിയില്ല. അതിനിടയ്ക്ക് തോട്ടി വീണ്ടും മാറ്റി കെട്ടേണ്ടി വന്ന് ഞാൻ ഒന്നുകൂടെ ശ്രമിച്ചു നോക്കി, ചക്ക കിട്ടിയില്ല. പിന്നെ അവസാനം ആൻറ്റിയുടെ കൈ കൊണ്ട് തന്നെ ആ ചക്കേനെ താഴെ എത്തിച്ച്. അപ്പോൾ ഏതായാലും ചക്കകൾ താഴെ എത്തിയ സ്ഥിതിക്ക് അതിനെല്ലാം അങ്ങോട്ട് എടുക്കുകയാണ് കേട്ടോ ആൻറ്റി. ചക്കകളൊന്നും മൂത്തിട്ടൊന്നുമില്ല, എല്ലാം കുഞ്ഞു പിഞ്ച് ചക്കകളാണ്. പക്ഷേ എന്നാലും അത് ഒന്നുകിലും ഉപ്പേരി വെക്കാം, ഇല്ലെങ്കിൽ പശുവിനെങ്കിലും കൊടുക്കാം. അതുകൊണ്ട് ആ ചക്കേനെയൊക്കെ ഇങ്ങോട്ട് എടുക്കുകയാണ്. അങ്ങനെ ആഗ്രഹത്തിനൊത്തിയൊരു ചക്കയും കിട്ടി, കൂടെ 4 ചക്കയും കൂടെ കിട്ടി. അപ്പോൾ ഇനിയിപ്പം 10 മണിയാകുമ്പോഴേക്ക് ചക്ക ഉണ്ടാക്കാൻ വിചാരിച്ചിട്ട് ഇപ്പോൾ 12 മണി ഏകദേശം ആയി കാണും. ചക്കയോട് അത്രയും നേരം യുദ്ധം ചെയ്തിട്ടാണ് ചക്ക താഴെ എത്തിയത്. അപ്പോൾ ഇനി ചക്കപ്പരിപാടിയിലേക്ക് പോവാം. ഏതായാലും കൂടെ പോന്ന 4 ചക്കകളെയും കൂടെ കാണിച്ചിട്ട് നമുക്ക് അടുത്ത വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ അടുത്ത വീഡിയോ നമ്മുടെ കോഴികളടുത്തേക്ക് പോയതാണേ. കോഴികൾക്ക് തീറ്റ കൊടുക്കാനുണ്ട്. ചക്കയുടെ തിരക്കിൽ കോഴിക്ക് തീറ്റ കൊടുക്കേണ്ട കാര്യമൊക്കെ വിട്ട്. അപ്പോൾ ഇവർ ബഹളം വെക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇവർക്ക് വേഗം തീറ്റ കൊടുക്കട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്ന് കുറച്ച് കോഴിമുട്ട നമുക്ക് കൊടുക്കാനുണ്ട്. അപ്പോൾ 2 ദിവസത്തെ മുട്ടയാണ് ഞാൻ കൊടുക്കട്ടോ കടയിൽ. ഇപ്പം ഞാൻ ഇവർക്ക് തീറ്റ മാത്രമേ കൊടുക്കാറുള്ളൂ കേട്ടോ. പിന്നെ എനിക്ക് വേറെ പുല്ലും കാര്യങ്ങളൊക്കെ ഒന്നും കൊടുക്കാനുള്ള സമയം കിട്ടാത്തതിനെ കൊണ്ട് ഞാൻ അതിനൊന്നും നിൽക്കാറില്ല. ശരിക്കും ഇവർക്ക് എല്ലാ സാധനങ്ങളും നമുക്ക് കൊടുക്കാം. ഈ പപ്പായയുടെ ഇല അത് നല്ലതാണ്. ഇവർക്കുള്ള വേറെ കാര്യങ്ങളും ഒക്കെ പോവാനും മുട്ട ഉൽപ്പാദനം കൂടാനും എല്ലാത്തിനും ബെസ്റ്റാണ് കേട്ടോ. ശരിക്കും നമ്മൾ വാങ്ങിക്കൊടുക്കുന്ന തുള്ളിമരുന്നുകളെക്കാൾ എത്രയോ നല്ലതാണ് കേട്ടോ ഇത്തരം ഇലകളും കാര്യങ്ങളും കൊടുക്കുന്നത്. അതുപോലെ ഞാൻ കൊടുക്കലുണ്ടായിരുന്നു ചേമ്പില, അതിൻ്റെ തണ്ട്,
എല്ലാം ഇതുപോലെ ചെറുതാക്കി അരിഞ്ഞ് അവർക്ക് കൊടുക്കാറായിരുന്നു. അവർ നന്നായിട്ട് കഴിക്കുകയും ചെയ്യുന്നു കേട്ടോ. അപ്പോൾ വേറൊരു കാര്യം കൂടെ ഉള്ളത് എന്താണെന്ന് വെച്ചാൽ, ഇങ്ങനെ കഴിക്കുന്നതിൻ്റെ കൂടെ ഈ ഇലകൾ കൂടെ ഇവർ കഴിക്കുമ്പോൾ ഇവരെ കാട്ടത്തിൻ്റെ ആ ഒരു നാറ്റം ഭയങ്കരമായിട്ട് കുറവുണ്ടായിരുന്നു കേട്ടോ. ഈ ഫുഡ് മാത്രം കഴിക്കുമ്പം ഭയങ്കര മണമാണ് കേട്ടോ ഈ കാട്ടത്തിന്. പക്ഷേ ആ ഒരു ഇല കൂടി ഇവർ കഴിക്കുന്ന സമയത്ത് ആ കാട്ടത്തിനുള്ള മണത്തിന് എത്രയോ കുറവുണ്ടായിരുന്നു. അതുപോലെ ഞാൻ നമ്മളെ ഈ പച്ചക്കറീൻ്റെ വേസ്റ്റൊക്കെ അതൊക്കെ കൊടുത്തു നോക്കിയിട്ടുണ്ട്. ശരിക്കും പറയുകയാണെങ്കിൽ അങ്ങനത്തെ ഇലകളും അതുപോലെ പച്ചക്കറി വേസ്റ്റ് നമുക്ക് അങ്ങനെയൊക്കെ കൊടുക്കാൻ പറ്റുന്ന സാഹചര്യമാണെങ്കിൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് തീറ്റയ്ക്കും അധിക ചിലവ് ഉണ്ടാവാൻ സാധ്യതയില്ല കേട്ടോ. കാരണം തീറ്റ ചിലവ് നമുക്ക് കുറയ്ക്കാവുന്നതേ ഉള്ളൂ. കാരണം ഇവർക്ക് അത്യാവശ്യം വേണ്ട ഭക്ഷണങ്ങൾ കുറച്ചൊക്കെ ഇലവർഗ്ഗങ്ങളും കാര്യങ്ങളും ഒക്കെ കൊടുക്കണം. പിന്നെ നമ്മൾ ഈ പയറുവർഗ്ഗങ്ങളൊക്കെ ഉണ്ടാവില്ലേ, അങ്ങനത്തെ സാധനങ്ങളൊക്കെ കൊടുത്തു നോക്കിയിട്ടുണ്ട്. അതായത് കുറച്ചൊക്കെ ഈ എന്തെങ്കിലുമൊക്കെ കേടെല്ലാം നമ്മൾ ഉപയോഗിക്കാണ്ട് ഇട്ട സാധനങ്ങളൊക്കെ ഉണ്ടാവും, പയറും കാര്യങ്ങളൊക്കെ, അങ്ങനത്തെ ഒക്കെ എടുക്കുക, ഒന്ന് പൊടിച്ചിട്ട് വെറുതെ കളയുന്ന സമയത്തിന് നമുക്കത് വേണമെങ്കിൽ പൊടിച്ചിട്ടൊക്കെ അവർക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. അത് നന്നായിട്ട് കഴിക്കും. അപ്പോൾ ഒരു മരുന്ന് ഇതാണ് ഞാൻ കൊടുക്കുന്നത്. ഇതൊക്കെ നമ്മുടെ കോഴികൾക്ക് തൂവൽ കൊഴിയാണ്ട് നിൽക്കാനും കാൽസ്യം ഒക്കെ നന്നായിട്ട് കിട്ടാനും ഒക്കെ വേണ്ടിയിട്ടുള്ള മരുന്നാണ് കേട്ടോ. ഇത് നല്ല മരുന്നാണ്. ഞാൻ കൊടുത്തിട്ട് അത്യാവശ്യം നല്ല റിസൾട്ട് ഉണ്ടായിരുന്നു. കാരണം ഈ കോഴികൾക്കൊക്കെ ഈ തൂവൽ കൊഴിയുമ്പോൾ സമയത്ത് കോഴിമുട്ടയ്ക്ക് കുറച്ച് കുറവ് വരുമ്പോഴൊക്കെ ഇത് കൊടുത്തപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ അതിൻ്റെ ആ ഒരു പ്രശ്നമൊക്കെ പരിഹരിച്ച് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഈ നല്ല മരുന്നാണ്. അതുപോലെ വേറെയും 1-2 മരുന്നും കൂടെ ഉണ്ട്. അത് ഞാൻ പിന്നീട് ഒരു വീഡിയോയിൽ വേണമെങ്കിൽ പരിചയപ്പെടുത്തി തരാം. പിന്നെ ഇന്ന് കൊടുക്കാനുള്ള മുട്ട ഇതാണ് കേട്ടോ. ഇത്രയും മുട്ടയുണ്ട്, ഒരു 60 മുട്ടേൻ്റെ അടുത്തുണ്ട്. ഞാൻ ഇന്നിപ്പോൾ ഇത് കൊടുക്കും. 2 ദിവസം കൂടുമ്പോഴാണ് ഞാനിത് കൊടുക്കാറ്. പിന്നെ ഇത് കൊടുക്കുമ്പം എനിക്ക് ഒരു 9 രൂപയാണ് എനിക്ക് ഒരു മുട്ടയ്ക്ക് കിട്ടുക. അപ്പം നമുക്കൊരു മോശമല്ലാണ്ട് നല്ലൊരു ലാഭം കിട്ടുന്നൊരു കാര്യം തന്നെയാണ് ഇപ്പോൾ ഈ എന്നെ സംബന്ധിച്ച് ഈ കോഴി വളർത്തൽ കേട്ടോ. അപ്പോൾ ദിവസേന എനിക്ക് 2 ദിവസത്തേക്ക് എനിക്ക് അത്യാവശ്യം 60 മുട്ടേൻ്റെ അടുത്ത് എനിക്ക് കൊടുക്കാനുണ്ടാവാറുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ.